ഈ വീടിനകത്ത് നിന്ന് മുത്തോണ്ണനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ആരെങ്കിലും കണ്ടാ നീ വന്നത്? ഇല്ല, ആരും കണ്ടില്ല. എന്റെ പൊന്നെ, എന്ത് കാര്യം? തൊണ്ണനെ കാണേ എപ്പോഴെങ്കിലും തോന്നിയല്ല? എന്ത് കാര്യം? എന്ത് അണ്ണാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു കാര്യം പറയണ്ട, എനിക്ക് മനസ്സിലായി സംഭവം. എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കും അത് തന്നെ കുഴപ്പം. ഓർക്ക് എനിക്ക് ഇങ്ങനെ വയറ്റിൽ കൂടെ ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ പാറി പറന്നു പോകും. ഇപ്പോഴങ്ങനെ ഉണ്ടോ? അതെനക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ആ കാര്യം പറയാനല്ല വന്നത്. പിന്നെന്തിന്? വേറൊരു കാര്യം പറയാൻ. വേറെന്തോ കാര്യം? എന്റെ 10 പൈസ ഇല്ല, 2000 വേണമെങ്കിൽ ഞാൻ തരാം, അല്ലാതെ 10 പൈസ എടുക്കാനില്ല. അതൊന്നും അല്ല മുത്തോണ്ണ. പിന്നെന്തോന്നു? മുത്തോണ്ണ, രഘുവണ്ണന്റെ കയ്യിൽ നിന്ന് രാത്രി വരെ ഒളിച്ചിരിക്കാൻ എനിക്കൊരു സ്ഥലം വേണം. പ്രായം എത്രയായിട്ട് സാറ്റ് കളിയില്ലേ? അണ്ണ മുള്ളിന്റെ പുറത്ത് നിൽക്കാതെ തമാശ പറയാതെ. എന്ത് കാര്യം പറഞ്ഞേ? എന്റെ അണ്ണ, അങ്ങേർക്ക് എന്തോ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞത് എന്റെ ഈ വള ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബഹളം വെച്ചിട്ട് കുടിച്ചിട്ട് വരാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. തല വെച്ച വാക്കിനാ എങ്ങോട്ടെങ്കിലും പോട്ടെ. പോയിട്ട് 4 കാലിൽ വന്നാലേ എന്റെ കുനിച്ച് നിർത്തി ഇടിച്ച് കൊന്നുകളയും. അതുകൊണ്ട് രാത്രി വരെ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു ഇടം കാണിച്ചു തന്ന. രാത്രി ശേഷം ഞാൻ എന്റെ കുഞ്ഞമ്മരെ വീട് നാഗർകോവിലുണ്ട്, അങ്ങോട്ട് പൊക്കോളാം. ഇപ്പോഴങ്ങ് പോയാ പോലെ. അവര് ഏതോ കല്യാണത്തിന് പോയിരിക്കണം. അവര് തിരിച്ച് രാത്രിയേ എത്തുള്ളൂ, അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ വീട്ടിലെ എന്നെ ഒളിപ്പിച്ച് താമസിക്കാൻ പറ്റാത്ത ഓഹോ, ശരി. ഇപ്പം അങ്ങനെയല്ലേ? ഞാൻ വിചാരിച്ചു രമണിയുടെ മുത്തോണെന്ന് പറയുമ്പോ രമണിക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാവുമെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രമണിക്ക് ആരുമില്ല. ശരി മുത്തോണ്ട, എന്നെ സഹായിക്കണ്ട, എന്നെ പോവാ. എന്റെ പൊന്നെ, ഈ ഒരു പിടുത്തമാണ്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. സമയം താ, കൈ അവിടെ തന്നെ വെച്ചോ. കൈ എടുക്കല്ലേ. ഒന്നും കൂടെ ആലോചിക്കേ. ഒരു കാര്യം ചെയ്യാം, എന്റെ റൂമിൽ ഇരിക്കാം. പക്ഷെ എങ്ങനെ അവിടെ കയറി പറ്റിയ രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണേ. അങ്ങോട്ട് ഇങ്ങോട്ടല്ലേ വഴി? മുന്നേ കൂടെ അല്ല, പിന്നെ കൂടെ പാടി അങ്ങോട്ട്. ഇങ്ങോട്ട് പോണേ. അതാണ് സുരഭി. അവള് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തോടെ എല്ലാം തീർന്നു. ഒരു കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഇതവിടെ കൊണ്ടുപോയി പോ 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 പോ. പേടിച്ചയാ? എന്താ മുത്തോണ്ണ? എന്താണ് പരിപാടി? കണ്ടില്ലേ, തലകുത്തി മാറിയാണ്. ഭയങ്കര ദേഷ്യം തന്നെ. ദേഷ്യം വരുമ്പോ സുരഭിയെ കാണാൻ എന്ത് രസം എന്നറിയാമോ? ദേഷ്യത്തിന്റെ കാര്യമൊക്കെ എനിക്ക് അറിയാം. എന്തോന്ന്? പ്രതീക്ഷ ഇവിടെ ഇല്ലാത്തോണ്ട് എനിക്കാരും ദേഷ്യമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ. പ്രതീക്ഷ പറഞ്ഞാൽ വരുമല്ലോ, നല്ലൊരു കാര്യത്തിനല്ലേ പോയേക്കുന്നത്. പിന്നെ കൊച്ചമ്മ വിളിക്കുന്നു. എന്തിന്? ഞാൻ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അതിന് ചേട്ടനല്ലേ എന്നെ കണ്ടത്. എന്നെ കണ്ടപ്പോഴാണ് കൊച്ചമ്മ പറഞ്ഞത് വിളിക്കുന്നു. എന്തിന്? എന്തിനാ? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ? അറിഞ്ഞൂടെ? എന്താണെന്ന് കൊച്ചമ്മയ്ക്കല്ലേ അറിയാവൂ. എന്താണ് പ്രശ്നം? എന്താണെന്നോ എന്തോ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ തുണി ഇവിടെ വിരിക്കാൻ പോകണ? പിന്നെ എവിടെ വിരിക്കണം? ഇവിടെ വെയിലില്ല, മോളിൽ വിരിക്കണം. മോളിലൊന്നുമില്ല, ഇവിടെ നല്ല വെയിലുണ്ട്. അങ്ങനെ പറയല്ലേ. നല്ല വെയിൽ മോളിൽ കിടക്കുമ്പോ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ഇവിടെ കൊണ്ടുവന്ന് വിരിക്കാനായിട്ട് കൊണ്ടുവരും. അത് പറ്റൂല. അത് വേണ്ടെന്ന്. മുകളിൽ നല്ല വെയിലുണ്ട്, ഞാൻ സമ്മതിക്കൂല. എനിക്കൊരു കുഴപ്പമില്ല. ഇതവിടെ കൊണ്ടുപോയി നല്ലൊരു തുണി പെട്ടെന്ന് ഉണങ്ങാനുള്ള ഇവിടെ കൊണ്ടിട്ട് കിടന്ന്. മുകളിൽ നല്ല വെയിലുണ്ടല്ലോ. എന്തോ കള്ള ലക്ഷണം ഉണ്ടല്ലോ. കൈ എന്തോന്ന്? ഒന്നുമില്ല. അമ്മേണല്ലേ? അമ്മേണല്ലേ? ആ തുണി ഇവിടെ അതവിടെ കിടക്കട്ടെ. എന്നാ ആ തുണി കൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. അനുചേട്ടൻ കൊച്ചമ്മയും കൂടെ കാണണേ. ഞാൻ കണ്ടോളാം, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. നീ അങ്ങോട്ട് ഇവിടെ തള്ളിപ്പിടിച്ചോണ്ട് പോണത്. ഇടി ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ടാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.